വെയിലുറങ്ങട്ടെ പുസ്തക പ്രകാശനം നടന്നു. ഐസി മൂൺ ഐസ്ക്രീം, എ ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്. മാധ്യമപ്രവർത്തകൻ വിജയൻ തെരുവത്തിന്റെ വെയിൽ ഉറങ്ങട്ടെ കാവ്യ സമാഹാരം പ്രകാശനം ചെയ്തു. പയ്യന്നൂർ ടോഫോം ഓഡിറ്റോറിയത്തിൽ ഗണേഷ് പയ്യന്നൂർ സ്വാഗതവും VK രവീന്ദ്രൻ അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ പ്രശസ്ത എഴുത്തുകാരൻ സോമൻ കടലൂർ പുസ്തകം പ്രകാശനം ചെയ്തു. എഴുത്തുകാരനും വാഗ്മിയുമായ പ്രകാശൻ കരിവള്ളൂർ പുസ്തകം ഏറ്റുവാങ്ങി. ഒരുപിടി നക്ഷത്രങ്ങളും ഒരു തുണ്ട് ചന്ദ്രനുമാണ്, ഒരു നിലാവിൻ്റെ ഒരു കീറുമാണ് ഒരാകാശത്തെ പ്രത്യാശ നിർഭരമാക്കുന്നത്, പ്രതീക്ഷാ നിർഭരമാക്കുന്നത്, പ്രകാശ നിർഭരമാക്കുന്നത് എന്നൊരു വരിയുണ്ട്. ഈ വരി വായിച്ചിട്ട് പഞ്ചാബിലെ തേജസ് എന്നാണ് മറ്റൊരു പ്രതിഭാശാലി അമൃതയെ വിളിക്കുകയാണ്. അമൃത ഈ ഒരൊറ്റ വാക്യത്തോടുകൂടി നീ ഇന്ത്യയുടെ സാഹിത്യാകാശം മുഴുവൻ നിറഞ്ഞു നിൽക്കാൻ പോവുകയാണ്. ഒറ്റ വാക്കിൽ ഒരുപിടി നക്ഷത്രങ്ങളും ഒരു തുണ്ട് ചന്ദ്രക്കലയുമാണ് ഈ അന്ധകാരത്തെ, ഈ ഹിംസാത്മകമായ ഒരു ലോകത്തെ പ്രത്യാശ നിർഭരമാക്കി മാറ്റുന്നത്, പ്രതീക്ഷ നിർഭരമാക്കി മാറ്റുന്നത് എന്നുള്ള വരിയാണ്. ഞാനിത് രണ്ടും, അധ്യക്ഷന്റെ ഭാഷണവും അതോടൊപ്പം തന്നെ ഇന്ന് നടക്കുന്ന ഈ ഒരു വലിയ ചടങ്ങും അതുപോലെ തന്നെ പ്രിയപ്പെട്ട വിജയന്റെ പുസ്തകവും ഒറ്റ വാക്കിൽ അടയാളപ്പെടുത്താൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് പ്രത്യാശയാണ്. നമ്മുടെ കാലത്ത് വേണ്ട, നമുക്കെല്ലാം നഷ്ടപ്പെടാം. നമുക്ക് ആരോഗ്യം നഷ്ടപ്പെടാം, പേര് നഷ്ടപ്പെടാം, സമ്പത്ത് നഷ്ടപ്പെടാം. നമ്മുടെ ഹൃദയത്തിലെ, നമ്മുടെ കണ്ണുകളിലെ പ്രതീക്ഷയും കൂടി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, തിരിച്ചെടുക്കാനാവൂല. ഒരു കുഞ്ഞു മോള് 4 മെഴുകുതിരി കത്തിച്ചിങ്ങനെ പ്രാർത്ഥിക്കുക. ഒന്നാമത്തെ മെഴുകുതിരി സംസാരിക്കുന്നു, ഇനി ആർക്കും വേണ്ടാലോ, എനിക്ക് ഒരു പരിഗണന കിട്ടുന്നില്ലല്ലോ, എൻ്റെ പേര് സത്യം എന്നാണ്, ഞാൻ കെട്ടുപോയാണ്, ഞാൻ ആത്മഹത്യ, ഞാൻ അണയ്യാണ്, സത്യം അണയ്ക്കും. രണ്ടാമത്തെ മെഴുകുതിരി സംസാരിക്കുന്നു, സത്യം ഇല്ലാത്തവർക്ക് എനിക്ക് ജീവിക്കാനേ പറ്റൂല, എൻ്റെ പേര് സമാധാനമാണ്. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി K ശിവകുമാർ പുസ്തകം പരിചയപ്പെടുത്തി. T ഭരതൻ, രാഘവൻ കടന്നപ്പള്ളി, KK അഷ്റഫ് എന്നിവർ ആശംസകൾ നേർന്നു. ചടങ്ങിന് വിജയൻ തെരുവത്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഐസി മൂൺ ഐസ്ക്രീം, എ ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്.